കേരള ബി.ജെ.പിയുടെ രാഷ്ട്രീയ തലസ്ഥാനമായി തൃശൂർ മാറിയോ എന്നൊരു സംശയം. 2024 ബി.ജെ.പി വലിയ വിജയം കൊയ്ത ഒരിടമാണ് തൃശൂർ. സുരേഷ് ഗോപിയിലൂടെ നേടിയ വിജയം അതിനിയും തുടരുക, നിലനിർത്തുക എന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 7 സീറ്റിൽ 6 ബി.ജെ.പി വലിയ നേട്ടമാണ് കൊയ്തത്. ഗുരുവായൂർ മാത്രമാണ് 2ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 76,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷവുമായിരുന്നു സുരേഷ് ഗോപിക്ക് കിട്ടിയത്. എന്തായാലും ബി.ജെ.പിക്ക് വേണ്ടി, സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രിയും അമിത്ഷായും ഇടയ്ക്കിടെ കേരളത്തിലെത്തി തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രസംഗിച്ചു. ഇതെല്ലാം അനുകൂലമായ ഒരു സാഹചര്യമായി മാറുകയും ചെയ്തു. അങ്ങനെ ഏതാണ്ടൊരു ബി.ജെ.പിക്ക് വളക്കൂറുള്ള ഒരു മണ്ണായി തൃശൂർ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ക്രൈസ്തവ വിഭാഗത്തെ മുഴുവൻ ബി.ജെ.പി ചേർത്ത് നിർത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സുരേഷ് ഗോപിയെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തൃശൂരിലെ മണ്ഡലങ്ങൾ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള അതിതീവ്രമായ പരിശ്രമമാണ് ബി.ജെ.പി തുടങ്ങി വച്ചിരിക്കുന്നത്. ഇപ്പോൾ തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും എന്നൊരു വാർത്തയുണ്ട്. അതല്ല, ശോഭാ സുരേന്ദ്രന് ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് എന്ന് പറയുന്നുണ്ട്. കായംകുളത്തിനേക്കാൾ ഒന്നുകൂടി വിജയ സാധ്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന മണ്ഡലമായിട്ട് പുതുക്കാട് മാറുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ തൃശൂരിൽ പത്മജ വേണുഗോപാലിനെ നിർത്തും എന്നാണ് അറിയുന്നത്. കാരണം പത്മജയ്ക്കും തൃശൂരുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് വളരെ ദൃഢമായിട്ടുള്ളതാണ്. ആ ബന്ധം വഴിയും അതുപോലെ തന്നെ ബി.ജെ.പിയുടെ പാർട്ടി വോട്ട് വഴിയും പത്മജ വേണുഗോപാലിനെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയും എന്നാണ് ബി.ജെ.പി കണക്ക് കൂട്ടുന്നത്. അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപിയുടെ വിജയം, സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആ സമയം മുതൽ തന്നെ തൃശൂരിലെ മേയർ സുരേഷ് ഗോപിക്ക് പിന്തുണ നൽകുന്ന തരത്തിലുള്ള പ്രസ്താവനകളും വാക്കുകളുമാണ് പുറത്തേക്ക് വന്നത്. തൃശൂരിലെ മേയർ എന്ന് പറയുന്നത് MK വർഗീസ്. അദ്ദേഹം ആദ്യകാലങ്ങളിൽ കോൺഗ്രസ് ആയിരുന്നു. സീറ്റ് കിട്ടാതെ വന്ന് അദ്ദേഹം വിമതനായി നിന്ന് മത്സരിച്ചു, വിജയിച്ചു. ആ വിമതനെ പിന്തുണച്ചു LDF. അതുകൊണ്ട് തന്നെ ആ വിമതനെയാണ് അവിടെ മേയറായിട്ട് നിർത്തിയതും. ഇടയ്ക്ക് CPIക്ക് വഴിമാറി കൊടുക്കേണ്ടതായിരുന്നു, അത് ചെയ്തില്ല. കാരണം ഭരണകാലാവധി പൂർത്തിയാക്കട്ടെ എന്നുള്ളത് കൊണ്ട് അതിനകത്ത് CPIയും വലിയ ശാഠ്യം പിടിക്കാതെ MK വർഗീസ് തന്നെ തുടർന്നു. പക്ഷെ MK വർഗീസ് മേയർ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ സുരേഷ് ഗോപിക്കും ബി.ജെ.പിക്കും അവിടെ വലിയ പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ CPM പക്ഷെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരവും എതിർത്തും അനുകൂലിച്ചും പറയുന്നില്ല. മറിച്ച് ഈ MK വർഗീസിന്റെ പല പ്രവർത്തികളും ഇത്തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ തന്നെ CPIയെ ചൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് MK വർഗീസിന് ചോറ് ഇവിടെയും കൂർ അവിടെയുമാണ് എന്നുള്ളത്. അത് ബി.ജെ.പിയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കൂട്ടുകെട്ട്, CPM-ന് അല്ലെങ്കിൽ തന്നെയോ അവിടെ ബി.ജെ.പിയായിട്ടൊരു കൂട്ടുകെട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയതും സുരേഷ് ഗോപിയുടെ വിജയത്തിൽ എത്തിച്ചതും എന്നൊക്കെ ഒരു പിന്നാമ്പുറ വർത്തമാനം തന്നെയുള്ളതാണ്. അതിലൂടെ CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്ന VS സുനിൽകുമാറിനാണ് പരാജയം നേരിട്ടത്. CPIയെ എല്ലാ തരത്തിലും CPM ചതിക്കുകയാണ് എന്നും CPIയുടെ തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ, ജില്ലാ സമ്മേളനങ്ങളിൽ ഉണ്ടായ വിലയിരുത്തലുമാണ്. അപ്പോൾ എന്തായാലും MK വർഗീസിന് ഏതാണ്ട് ഇപ്പോൾ ബി.ജെ.പി അങ്ങ് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയാണ്. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒല്ലൂരിൽ ഈ MK വർഗീസിനെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കും 2026. അതിനുള്ള ഒരു നീക്കമാണ് ബി.ജെ.പി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെന്തായാലും തൃശൂർ രാഷ്ട്രീയമായാലും കേരള രാഷ്ട്രീയത്തിലും വലിയൊരു മാറ്റം കുറിക്കും എന്നുള്ളതാണ്. എന്തായാലും ഒരു പൊതുസമ്മതനാണ് ഈ MK വർഗീസ്. മേയർ സ്ഥാനത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ തൃശ്ശൂരുകാർ അംഗീകരിക്കുന്നുണ്ട്.
പ്രത്യേകിച്ച് ഈ ഒല്ലൂർ മണ്ഡലം ഒരു ക്രൈസ്തവ മേഖല കൂടിയാണ്. അപ്പോൾ എം കെ വർഗീസിനെ രംഗത്തിറക്കിയാൽ ബി ജെ പിയും ക്രൈസ്തവരുമായിട്ടുള്ള ആ ബന്ധത്തെ കുറച്ചുകൂടി ദൃഢമാക്കാനും എം കെ വർഗീസിലെ തീർച്ചയായിട്ടും ഒല്ലൂർ മണ്ഡലം ബി ജെ പിക്ക് പിടിച്ചെടുക്കാൻ കഴിയും എന്നുമാണ് പാർട്ടി കരുതുന്നത്. ഇപ്പോൾ തന്നെ ഒല്ലൂർ മണ്ഡലത്തിലെ സിറ്റിംഗ് എം.എൽ.എ കെ രാജൻ, മന്ത്രി കെ രാജനാണ്. കെ രാജൻ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെയാണ് 2021 വിജയിച്ചത്. പക്ഷെ 2021 ബി ഗോപാലകൃഷ്ണൻ ആയിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. 22,000 വോട്ട് മാത്രമാണ് നേടിയത്. അതിന്റെ മുമ്പുള്ള ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2011 ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വെറും 6,000 വോട്ട് മാത്രമേ അവിടെ നിന്ന് നേടിയിട്ടുള്ളൂ. 2016 വരുമ്പോൾ ആ സീറ്റ് BDJS-ന് കൊടുത്തു. BDJS-ന്റെ PK സന്തോഷ് 12,000 വോട്ട് നേടുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ 21 വന്നപ്പോൾ ഗോപാലകൃഷ്ണൻ അത് 22,000 മാറ്റുകയും ചെയ്തു. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ സുരേഷ് ഗോപി 10,000-ലധികം വോട്ട് ലീഡ് നേടുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ടും ക്രൈസ്തവ സ്വാധീനമുള്ളത് കൊണ്ടും ബി ജെ പിയുടെ അല്ലാതുള്ള പരമ്പരാഗതമായിട്ടുള്ള വോട്ടും കണക്ക് കൂട്ടുമ്പോൾ എം കെ വർഗീസിന്റെ വിജയസാധ്യത ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത്. ഇത് തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു നീക്കത്തിലേക്കാകും പോകുന്നത്. കോൺഗ്രസ്സുകാരനായ LDF-ന്റെ മേയർ അങ്ങനെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി തൃശൂർ ജില്ലയിലെ ഒല്ലൂരിൽ മത്സരിക്കും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നതാണ്. ഈ എം കെ വർഗീസിന്റെ വീട്ടിൽ തന്നെ കഴിഞ്ഞ ക്രിസ്മസ് കാലത്ത് അന്ന് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ കേക്കുമായി ചെന്നതും വലിയ വിവാദമുണ്ടാക്കിയ കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് തന്നെ പോകും. കാരണം ബി ജെ പി അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് ഈ എം കെ വർഗീസിന് ഇറക്കുന്നത്. അതുപോലെ തന്നെ CPI-യുടെ സിറ്റിംഗ് സീറ്റാണ്. കോൺഗ്രസിൽ നിന്നും അതുപോലെ ശക്തനായ ഒരാൾ വന്നു കഴിയുമ്പോൾ അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. ഇവിടെ ബി ജെ പി സംസ്ഥാന ഘടകത്തിനേക്കാളും എം കെ വർഗീസിനേക്കാളും ഇവിടെ വിജയം ബി ജെ പിക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിലെ പ്രധാനി സുരേഷ് ഗോപി തന്നെയാണ്. സുരേഷ് ഗോപിക്ക് 6 മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നതാണ്. ഈ 6 മണ്ഡലങ്ങളും നിയമസഭയിലേക്ക് എത്തിക്കണം എന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത്. സുരേഷ് ഗോപിയും കണക്ക് കൂട്ടുന്നത് അതാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി തന്നെ തൃശൂർ നിയമസഭാ മണ്ഡലങ്ങളിലെ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ നേതൃത്വം കൊടുക്കുകയും അങ്ങനെ സുരേഷ് ഗോപിയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒല്ലൂർ ഞങ്ങൾ ഇങ്ങെടുക്കുകയും ചെയ്യും. അതിനുവേണ്ടി തന്നെയാണ് എം കെ വർഗീസിനെ അവിടെ ഇറക്കുന്നതും.